എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ശരിക്കും പറഞ്ഞ ഒരാളാണ്. അത് ജാസ്മിനാണ്. ആദ്യം തൊട്ട് നോക്കിയാൽ തന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ പറഞ്ഞു വിടിയിച്ച് തനിക്ക് എതിരാളികൾ എല്ലാവരും വരുന്നു. ആ എതിരാളികളെ തറ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ ചെയ്യുന്നത്. കാരണം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇന്ന് അത്യാവശ്യം ഫോമായി വന്നിരുന്ന ഒരാള്, അയാളൊരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ രീതിയിൽ അവരെ ഇപ്പോ പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനും അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കാനും എപ്പോഴും ക്യാമറ സ്പേസ് വലിച്ചു കൊണ്ടുപോകാനും ജാസ്മിന് കഴിയുന്നു. ജാസ്മിനുള്ള അടുത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഗബ്രിയാണ്. ഉടൻ തന്നെ ഗബ്രിയുമായിട്ട് ഉടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഗബ്രി വേറെയാണ്, ജാസ്മിൻ വേറെയാണ്. ആദ്യത്തെ ഒരു സേഫ് സോണിൽ ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച് കുറച്ചു നാള് മുന്നോട്ട് പോകണം. ആ രീതിയിൽ പോകുന്ന സമയത്ത് തനിക്ക് ഒരു ആളുടെ സപ്പോർട്ട് വേണം. അത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമ്മളെ മനസ്സിലാവും. പിന്നെ നമ്മളാണ് കളിക്കേണ്ടത്, പുറത്തുനിന്ന് ഒരാൾക്കും അവിടെ ഓപ്ഷൻ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ ഗബ്രിയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇനി ഗബ്രിയും ജാസ്മിനും മുടക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ജാസ്മിൻ എന്തായാലും ഫൈനൽ 4 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 4 അല്ലെങ്കിൽ 5 അവസാനം വരെ എത്താനായിട്ട് സാധ്യതയുണ്ട്. പ്രേക്ഷകനെ വെറുത്ത് ആ വെറുപ്പ് വീണ്ടും വീണ്ടും അവർക്ക് വെറുപ്പിക്കാനായിട്ടുള്ള താല്പര്യമുള്ളത് കൊണ്ട്, അങ്ങനെ ഒരാൾ അവിടെ നിൽക്കണമെന്നുള്ളത് കൊണ്ട് ജാസ്മിൻ അവിടെ തന്നെ തുടരും. അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിനാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും മികച്ച പ്ലെയർ എന്ന് ഞാൻ പറയും. പിന്നെയുള്ളത് ഒരു ഭാഗത്ത് ജിൻഡോയാണ്. ജിൻഡോയും തനിക്ക് അറിയാവുന്ന രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 1ാം സ്ഥാനം ജിൻഡോയെ തേടി നിൽക്കുന്നുണ്ട്. ജാസ്മിൻ അറിയാൻ, തനിക്ക് എത്ര വേഗത്തിൽ ഓടിയാലും 1ാം സ്ഥാനം ലഭിക്കാൻ എളുപ്പമല്ല. സോ തനിക്ക് പറ്റുന്നത് അവസാന 5-ൽ എത്തുക എന്നതാണ്. അപ്പൊ അതിനുള്ള കളികളാണ് ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ വിജയം ഉള്ളൂ എങ്കിലും ആ വിജയിക്കൊപ്പം ചുറ്റും നിൽക്കുന്ന ഒരു വലയമുണ്ട്. ആ വലയത്തിൽ ഒരാളായി പെട്ടുകഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് പണം നേടാം. അവസാനം വരെ നിന്നാൽ കിട്ടുന്ന ഒരുപാട് പണം, അത് തന്നെയായിരിക്കും ജാസ്മിനെ സംബന്ധിച്ചൊരു വലിയ കാര്യം. സ്വാഭാവികമായിട്ട് പുറത്തെ നെഗറ്റീവുകളെ പറ്റി ചിന്തിക്കാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ മുൻപോട്ട് പോവുകയാണ് ജാസ്മിൻ. അപ്പോ ജാസ്മിൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോഴുള്ള നെഗറ്റീവുകളുടെ അപ്പുറത്തേക്ക് നെഗറ്റീവ് ഒന്നും ജാസ്മിന് കിട്ടാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കി ജാസ്മിൻ ഇനി കളിക്കാൻ പോകുന്നത് നല്ലൊരു കളി തന്നെയാണ്. തനിക്കെതിരെ നിൽക്കുന്നവരെ ഓരോ തരത്തിലും ഓരോ രീതികൾ ഉപയോഗിച്ച് അവരെ പറഞ്ഞു വിട്ട് അവർക്കെതിരെ ശബ്ദം ഉയർത്തി പറഞ്ഞു വിട്ട് അവസാനം ജിൻഡോ കൂടി പോയാൽ കളി കാര്യമാവും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജാസ്മിന്റെ ഗെയിമിന്റെ രീതിയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ?